തത്വാർത്ഥമിത്തമഖിലത്തിന്നുമുണ്ടുപദ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നതിന്നടിയിൽ മുക്തിക്കു കാരണമിതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരി നാരായണായ നമ. നാരായണായ നമ. ഹരിനാമ കീർത്തനം പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഹരിനാമ കീർത്തനത്തിന് എഴുതിയ വ്യാഖ്യാനം നമുക്ക് തുടർന്ന് കേൾക്കാം. തത്വാദിയാണ് പരബ്രഹ്മമെന്ന് കണ്ടുവല്ലോ. അതുകൊണ്ട് തന്നെ സകല നാമരൂപങ്ങളിലും സാരഭൂതമായി വർത്തിക്കുന്നത് പരബ്രഹ്മമാണെന്ന് നിശ്ചയിക്കാം. വിശേഷിച്ചും ശബ്ദങ്ങളിൽ ബോധവസ്തുവിൻ്റെ സ്ഥിതി ആർക്കും വിചാരം ചെയ്താൽ കണ്ടെത്താൻ കഴിയും. ശബ്ദത്തിൻ്റെ ഉറവിടമായ ബ്രഹ്മത്തെ ശബ്ദത്തിൽ കൂടി കണ്ടെത്താൻ വേദം അനുശാസിച്ചിട്ടുമുണ്ട്. ഇക്കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത്. തത്വാർത്ഥമിത്തമഖിലത്തിന്നുമുണ്ടുബത ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ ഹരിനാരായണായ നമഃ. ഇത്തം ഇങ്ങനെ ചിന്തിച്ചാൽ അഖിലത്തിനും കാണപ്പെടുന്ന സകലതിലും തത്വാർത്ഥമുണ്ട് ബത, വസ്തുസത്തായി ജഗദീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാം. അഥ എന്നാലും പാർക്കിൽ സൂക്ഷിച്ചാൽ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു. ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തു പ്രകടമായി വിളങ്ങുന്നുണ്ടെന്ന് അറിയാൻ കഴിയും. അതേ ശബ്ദം, വ്യക്തമായ വസ്തു സാന്നിധ്യമുള്ള ആ ശബ്ദം തന്നെയാണ് മുക്തിക്കു കാരണമെന്ന്, അതുകൊണ്ട് മോക്ഷത്തിന് ഹേതുവെന്ന് തവ വാക്യങ്ങൾ തന്നെ, ഭഗവത് വചനങ്ങളായ വേദങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ഇങ്ങനെ ചിന്തിച്ചാൽ കാണപ്പെടുന്ന സകലതിലും വസ്തുസത്തയായി ജഗദീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നു കാണാം. എന്നാലും സൂക്ഷിച്ചാൽ ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തു പ്രകടമായി വിളങ്ങുന്നുണ്ടെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് വ്യക്തമായ വസ്തു സാന്നിധ്യമുള്ള ശബ്ദം തന്നെയാണ് മോക്ഷത്തിന് ഹേതു എന്ന് ഭഗവത് ഭജനങ്ങളായ വേദങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം. ശബ്ദവും മോക്ഷവും. പരമാത്മാവ് തത്വാദിയായതുകൊണ്ട് എല്ലാ നാമരൂപങ്ങളിലും വസ്തുസ്വരൂപമായി വർത്തിക്കുന്നത് പരമാത്മാവ് തന്നെയാണ്. എന്നാൽ കട്ടിപിടിച്ച ജഡരൂപങ്ങളിൽ ഭഗവത് സാന്നിധ്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. നേരെ മറിച്ച് മിന്നൽ പോലെ പൊന്തിമറയുന്ന ശബ്ദങ്ങളിൽ ബോധസ്വരൂപമായ സത്യത്തെ പ്രകടമായി കണ്ടെത്താൻ ചിന്താശീലർക്ക് കഴിയും. പ്രപഞ്ച സൃഷ്ടിക്കായി ബോധവസ്തുവിൽ നിന്നും ആദ്യമുണ്ടാകുന്ന ശക്തിസ്പന്ദനമാണ് ശബ്ദം. പ്രപഞ്ച സൃഷ്ടിക്കായി ബോധവസ്തുവിൽ നിന്നും ആദ്യമുണ്ടാകുന്ന ശക്തിസ്പന്ദനമാണ് ശബ്ദം. അതുകൊണ്ടും ശബ്ദം ശുദ്ധ സത്യത്തോട് തൊട്ടുനിൽക്കുന്നു എന്ന് കാണേണ്ടതാണ്. അന്തർമുഖമായി ഉള്ളിലെ സൂക്ഷ്മ ശബ്ദ തരംഗങ്ങളുടെ ഉറവിടം ഒരാൾ തിരയുമെങ്കിൽ ബോധത്തിൽ നിന്നാണ് ശബ്ദം ഉദ്ഭവിക്കുന്നതെന്ന് കണ്ടെത്താം. ആദ്യം ബോധത്തിൽ നിന്നും പ്രാണസ്പന്ദന രൂപത്തിലും തുടർന്ന് വിചാര രൂപത്തിലും വളർന്ന ശേഷമാണ് നാവുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന മട്ടിൽ ശബ്ദം പുറത്തു വരുന്നത്. ശബ്ദത്തിൻ്റെ ഈ ഉത്പത്തി രഹസ്യവും സൂക്ഷ്മഭാവവും ധരിച്ചുകൊണ്ട് തന്നെയാണ് വേദങ്ങളും ഋഷിമാരും ആത്മസാക്ഷാത്കാരത്തിനും ശബ്ദത്തെ അവലംബിക്കാൻ അനുശാസിച്ചത്. മനസ്സിനെ ഏകാഗ്രത നേടി സത്യം ദർശിക്കാനുള്ള പ്രധാന ഉപായം മന്ത്രങ്ങളാണല്ലോ. മന്ത്രങ്ങൾ ശബ്ദസ്വരൂപങ്ങളാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഭഗവത് വചനങ്ങളായ ഉപനിഷത്തുക്കൾ സത്യദർശനോപായമെന്ന നിലയിൽ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്നത് ഓംകാര മന്ത്രമാണ്. പ്രകർഷേണ ധ്വനിച്ചു കേൾക്കുന്നത് എന്ന അർത്ഥത്തിൽ ഓംകാരത്തെ പ്രണവമന്ത്രമെന്ന് വിളിക്കുന്നു. പ്രണവമന്ത്രത്തെ സമാശ്രയിച്ച് സത്യത്തെ കാണേണ്ട വിധം മുണ്ടകോപനിഷത്ത് വിവരിക്കുന്നത് നോക്കുക. പ്രണവധനുശരോ ഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്യത്തെ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവേത്.
മുണ്ടകോപനിഷത്ത് 2:2-4. പ്രണവമാകുന്ന വില്ലിൽ ചിത്തമാകുന്ന അമ്പ് തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ എയ്തു കൊള്ളിക്കണം. ലക്ഷ്യം തെറ്റാതെ എയ്യണം. ശരമെന്ന പോലെ ലക്ഷ്യത്തിൽ തറച്ച് ഏകീഭവിക്കണം. ഭഗവാൻ ഗീതയിലും പ്രണവത്തിൽ കൂടിയുള്ള സത്യപ്രാപ്തി വിവരിക്കുന്നു. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹ സ യാതി പരമാം ഗതിം. ഭഗവത്ഗീത 8:13. ഓം എന്ന ഏകാക്ഷര മന്ത്രം ഉച്ചരിച്ച് ബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവർ സത്യത്തെ പ്രാപിക്കുന്നു. പ്രണവോപാസനയെ വിവരിക്കുന്ന ഇത്തരം ഉപനിഷദ് വാക്യങ്ങളും ഗീതാവാക്യങ്ങളുമൊക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് മുക്തിക്കു കാരണം ഇതേ ശബ്ദമെന്ന് തവ വാക്യങ്ങൾ തന്നെ എന്ന് ആചാര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവിൽ നിന്നും മന്ത്രോപദേശം നേടി വിനയപൂർവം ആത്മാന്വേഷണം നടത്താതെ അഹങ്കരിച്ച് കഴിയുന്നവർ സംസാര സമുദ്രത്തിൽ പെട്ട് ഉഴലാൻ ഇടവരുന്നു എന്നാണ് അടുത്ത 3 പദ്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണ